ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും ദുരൂഹത തുടരുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. വഴിചാരി കള്ളം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആക്ഷേപം ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJP നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് എന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോ ഇയാളുടെ ഒരു വാക്കാണ്. ഇയാൾക്ക് അറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാള് മനഃപൂർവ്വം ഈ കള്ളം പറഞ്ഞത്? അപ്പൊ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എന്റെ ആരോപണം. ബാക്കി ചില കാര്യങ്ങൾ സ്വാഭാവികമായും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് SP കൃത്യമായി അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡിന് ഒന്നും മറയ്ക്കാനില്ല. ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായുമാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ ചെറിയൊരു സാങ്കേതിക പിഴവ് മാത്രം, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും വളരെ മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല, ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല. പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതും കള്ളം പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. അതൊക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം 5 ദിവസം മുമ്പാണ് ഈ ആരോപണം വരുന്നത്. അയാളുടെ കയ്യിൽ ഇതുണ്ടല്ലോ, അയാൾക്കത് അറിയാമല്ലോ. എന്നിട്ടും അയാൾ എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അതുകൊണ്ടല്ലേ സ്വർണ്ണക്കള്ളന്മാർ എന്ന് ഞങ്ങൾ ആക്ഷേപം കേട്ടത്, ഈ ബോർഡ് ആക്ഷേപം കേട്ടത്. ആ നഷ്ടപ്പെട്ടുപോയ അഭിമാനത്തിന് ആര് സമാധാനം പറയും? എന്തൊക്കെയായിരുന്നു ഇവിടെ? ഫ്രണ്ടിലല്ലായിരുന്നു വാർത്ത, എല്ലാ പത്രങ്ങളും. നിങ്ങളെല്ലാം പ്രൈം ന്യൂസിലല്ലേ ഇത് കൊടുത്തത്? നിങ്ങളെ ഞാൻ പറയുന്നില്ല, ഒരാളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായും അയാൾക്കത് അറിയാമായിരുന്നു അയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന്. അയാളുടെ കയ്യിലോ അയാളുടെ സഹായിയുടെ കയ്യിലോ, എന്തായാലും അയാളുടെ കയ്യിലുണ്ടല്ലോ ഈ സാധനം. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണല്ലോ ഇത് പിടിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആസൂത്രിതമായി കൽപ്പിച്ചു കൂട്ടി ദേവസ്വം ബോർഡിനെ പഴിചാരിയ അദ്ദേഹത്തിനെതിരെ വലിയ അന്വേഷണം വേണം. പറഞ്ഞല്ലോ ഞാൻ. അല്ല, വരട്ടെ, നമുക്ക് എന്തായാലും ഇപ്പോ കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം പിന്നെ വിജിലൻസ് SP കോടതി നിയോഗിച്ച പ്രകാരമാണല്ലോ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതെല്ലാം കോടതിയിൽ കൊടുക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ കൃത്യമായ രേഖകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇയാൾ ഇത് ഈ എയറിൽ പറയുന്നത് വരെ സത്യത്തിൽ ഞങ്ങൾ അപ്പോഴല്ലേ അറിയുന്നത്. ഞങ്ങൾ കെട്ടിപ്പോയില്ലേ, അപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു പീഡ ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി മാനുവൽ പ്രകാരം, ഞങ്ങളുടെ തിരുവാഭരണ കമ്മീഷണർ വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്. അയാൾ കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്, വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കോൺഫിഡന്റോടുകൂടി, ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയുടെ പടലം അന്വേഷിക്കണം, ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതൊക്കെ ഇപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഇനി കോടതി പറയട്ടെ, കോടതിയുടെ അന്വേഷണം, കോടതിയുടെ ഉത്തരവ് പറയട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണമാണ്. എന്തായാലും ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും അതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്.